മീനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്നലെ തുറന്നിരുന്നു. നമ്മളിന്ന് പുത്തൻപള്ളിയുടെ ആദ്യ 15-20 മിനിറ്റ് നമ്മൾ അത് തന്നെയാണ് എടുത്തത്. ഇപ്പോൾ ഭക്തജനത്തിന് കയറുന്നു എന്ന വാർത്തയാണ്. ഇന്ന് പുലർച്ചെ 5 മണി മുതൽ ദർശനം ആരംഭിച്ചു. സന്നിധാനത്ത് മേൽപ്പാലം വഴിയും ഭക്തരെ കടത്തിവിടുന്നു. ഇന്നലെ മുതലാണ് പുതിയ മാറ്റങ്ങളോടെ ദർശന ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. ഇന്നലെ ഭക്തർ നേരിട്ടുള്ള ദർശനം നടത്തിയിരുന്നുവെങ്കിലും ഇന്ന് തിരക്ക് കൂടിയതോടെ പഴയ രീതി കൂടി ഉപയോഗിക്കേണ്ടി വന്നു. വിവരങ്ങളുമായി എം മനോജ് ഒപ്പം ചേർന്നു. മനോജ്, നമ്മൾ രാവിലെ പറഞ്ഞതാണ് ഇക്കാര്യം. അതായത് ഭക്തർ കൂടിയാൽ, ഭക്തരുടെ എണ്ണം കൂടിയാൽ, തിരക്കേറിയാൽ എന്ത് സംഭവിക്കും? അതിന് ഉത്തരം ഇന്ന് തന്നെ കിട്ടിയിരിക്കുന്നു. കാരണം നേരിട്ട് ദർശനം നടത്താം, ഒപ്പം ഫ്ലൈ ഓവർ വഴി. അപ്പോൾ ശരിക്കും ആ പരീക്ഷണം വിജയകരമായില്ല എന്നതാണ്. അതൊരു നല്ല തീരുമാനമായിരുന്നു എന്നതിൽ അപ്പോഴും സംശയമൊന്നുമില്ല. കാരണം 18-ാം പടി കയറി പിന്നെയും ക്യൂ നിന്ന് കുഞ്ഞുങ്ങളുമായി അമ്മമാർ ഒക്കെയും ഭിന്നശേഷിക്കാരടക്കം ചിലപ്പോഴൊക്കെ അവരെ നേരിട്ട് കടത്തി വിടാറുണ്ടെങ്കിൽ പോലും അവരൊക്കെ ആ ഫ്ലൈ ഓവറിൽ എത്ര മണിക്കൂറുകൾ നിൽക്കണമെന്നറിയോ? എന്നിട്ടാണ് ദർശനം സാധ്യമാവുക. അപ്പോൾ ഈ പരീക്ഷണം തുടക്കത്തിൽ തന്നെ പാളി എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, എങ്കിലും എന്തോ അപാകതയുണ്ട്. രണ്ടും കൂടിച്ചേർന്ന് നടത്താമെന്ന തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തുന്നു, അങ്ങനെയല്ലേ? തീർച്ചയായും നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ അവർ വ്യക്തമാക്കിയിരുന്നു ഇത്തരത്തിൽ എന്തെങ്കിലും തിരക്ക് വർദ്ധിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറാൻ ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും സമയതാമസം ഉണ്ടെങ്കിൽ ഈ മേൽപ്പാലം കൂടെ ഉപയോഗിക്കുമെന്നുള്ളത്. എന്തായാലും ആ മേൽപ്പാലം കൂടെ ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു. അതുവഴി ഭക്തജനങ്ങളെ കടത്തിവിടുന്നുണ്ട്. ഭക്തർ അങ്ങനെ സോപാനത്തിൻ്റെ അരികിലേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ മുന്നിലൂടെയുള്ള ദർശനവും ഉണ്ട്. കഴിഞ്ഞ ദിവസം തിരക്ക് അധികമില്ലാതിരുന്നതിനാൽ തന്നെ മുഴുവനും മുന്നിലൂടെ തന്നെയായിരുന്നു, അതായത് ഈ ബലിക്കൽപുര വഴി തന്നെയായിരുന്നു ഭക്തജനങ്ങളെ ഉള്ളിലേക്ക് കടത്തിവിട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ മുതൽ തന്നെ 2 രീതിയിലും ഭക്തരെ കടത്തിവിടുന്നുണ്ട്. എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയത് ഇന്ന് ഇത്തരത്തിലൊരു മേൽപ്പാലം വഴി ഭക്തരെ കടത്തിവിടുന്നത് കൂടുതൽ പേർക്കും ദർശനം ഉറപ്പാക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. കാരണം തിരക്ക് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റേതായിട്ടുള്ള സമയതാമസം ഉണ്ടാകും. എന്തായാലും ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് എല്ലാ രീതിയും പരിശോധിക്കുന്നത്. ഇതിലേതാണോ ഭക്തർക്ക് സുഗമമായി ദർശനം നടത്താൻ സാധ്യമാകുന്നത് അത് ഇനി വരുന്ന മാസങ്ങളിൽ അത്തരത്തിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. കാരണം മാസപൂജയാണ്. മാസപൂജയിൽ ഈ ഒരു തിരക്കിൽ ഇങ്ങനെ ദർശനം ആണെങ്കിൽ, അതായത് മുന്നിലൂടെയും അതോടൊപ്പം തന്നെ മേൽപ്പാലം വഴിയും കയറ്റേണ്ടി വരുന്നെങ്കിൽ ഇനി മണ്ഡലകാലത്തേക്ക് എത്തുമ്പോൾ അതിൽ കൂടുതൽ ക്രമീകരണങ്ങൾ ആവശ്യമായി വരും. എന്തായാലും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ബലിക്കൽപുരയിൽ ഭക്തജനങ്ങൾ അങ്ങനെ അയ്യപ്പ ഭക്തർ അങ്ങനെ കാത്തു നിൽക്കുകയാണ് അകത്തേക്ക് കയറുവാൻ വേണ്ടി. ഈ അകത്തേക്ക് കയറുന്നവർ അത്രയധികം വേഗതയിൽ ഉള്ളിലോട്ട് പോകുമ്പോഴാണ് ഈ ദർശനം പൂർണ്ണമായും ഈ സാധ്യമാകുക. അതായത് ഇവർക്കൊക്കെ തന്നെ നമ്മളോട് പ്രതികരിച്ചവരൊക്കെ പറഞ്ഞത് ഈ മുന്നിലൂടെ എത്തുമ്പോൾ അവർക്ക് കൂടുതൽ സമയം ദർശനം ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനാണ് കൂടുതൽ പേരും പ്രാധാന്യം നൽകുക. അപ്പോൾ മുന്നോട്ട് കയറുവാൻ വേണ്ടിയാണ് പലരും നോക്കുന്നത്. അപ്പോൾ ഈ വശത്തുകൂടെ മാത്രം, അതായത് മുന്നിലൂടെ മാത്രം കയറ്റി വിടാൻ പോലീസ് ഉദ്യോഗസ്ഥരും അവർക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം അനുസരിച്ച് ഈ ഫ്ലൈ ഓവർ വഴിയും ഭക്തരെ കയറ്റി വിടണമെന്നുള്ളതാണ് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അമ്മമാരൊക്കെ മുന്നിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ മുകളിലേക്ക് വിടുകയാണ് അവരൊക്കെ തന്നെ അങ്ങനെ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ദർശനത്തിന് വേണ്ടി വന്നാണ് ചോറെടുക്കാൻ വന്നേ കൊച്ചിനെ. അപ്പോൾ അവരൊക്കെ കൂടെ വന്നവർ മുന്നിലൂടെയും അതോടൊപ്പം അവരൊക്കെ ഈ ഫ്ലൈ ഓവർ വഴിയും കയറുന്ന ആ ഒരു ദൃശ്യങ്ങളാണ് കാണുന്നത്. നമ്മളിപ്പോൾ മുന്നിലൂടെ കാണുമ്പോൾ ഭക്തജനങ്ങളുടെ ഒരു തിരക്ക് ഈ ബലിക്കൽപുരയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇനി അതിനുശേഷം ഈ തിരക്ക് പൂർണ്ണമായും മാറിയതിനു ശേഷമാണ് അടുത്ത പുറകെ എത്തുന്ന ഭക്തരെ ഇങ്ങോട്ടേക്ക് കയറ്റിവിടുക. എന്തായാലും ഫ്ലൈ ഓവർ വഴി വരുന്ന ഭക്തരിൽ ഒരു വശത്തുകൂടെ വരുന്നവർ അവരും മുന്നിലൂടെ എത്തി ദർശനം നടത്തുന്നുണ്ട്. ഇനി എല്ലാ രീതിയിലുമുള്ള ഈ ഒരു പരീക്ഷണം അത് ഈ മേൽപ്പാലം വഴിയും അതോടൊപ്പം തന്നെ ഈ മുന്നിലൂടെ കയറുന്ന ഈ ഭക്തരും എല്ലാ രീതിയിലുമുള്ള ഈ ഒരു പരീക്ഷണം അത് വിജയകരമാകുമോ എന്നുള്ള ഒരു കാര്യം അത് കഴിഞ്ഞ ദിവസം തന്നെ ചോദിച്ചപ്പോൾ അധികൃതർ മറുപടി പറഞ്ഞത് എല്ലാ രീതിയിലും പരീക്ഷിക്കും, അതോടൊപ്പം തന്നെ ഏതാണോ പ്രായോഗികമാകുന്നത് ആ രീതിയിൽ തന്നെ തുടരുമെന്നുള്ളതാണ്. എന്തായാലും നമ്മൾ അത് തന്നെയാണ് രാവിലെ മുതൽ കാണുന്നത്. പരിഷ്കാരങ്ങൾ വരുമ്പോൾ, അതായത് മുന്നിലൂടെ എത്തുന്നവർക്ക് അവിടെ കാണിക്ക വഞ്ചിയൊക്കെ സ്ഥാപിച്ച് 2 പാതയൊക്കെ തിരിച്ച് അങ്ങനെ ദർശനം നടത്തുവാൻ വേണ്ടിയിട്ടുള്ള
സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ തിരക്ക് കൂടുമ്പോഴാണ് ഈ ഒരു പ്രശ്നമുണ്ടാകുന്നത്. അപ്പോൾ അത് പരിഹരിക്കാനായാണ് ഈ മേൽപ്പാലവും കൂടെ ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നത്. എന്തായാലും ഇനിയും ദിവസങ്ങളിൽ കൂടുതൽ ഭക്തർ എത്തുമ്പോൾ ഇത്തരത്തിൽ തന്നെയായിരിക്കും മേൽപ്പാലം ഉപയോഗിക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം മേൽപ്പാലം ഒഴിവാക്കിക്കൊണ്ട് മുന്നിലൂടെയുള്ള ദർശനം മാത്രം സാധ്യമാവുകയില്ല എന്നുള്ളത് തന്നെ നമുക്ക് ഈ തിരക്കിലൂടെ തന്നെ മനസ്സിലാക്കാം. കാരണം ഈ നിയന്ത്രണം, അതായത് പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായി നിയന്ത്രിച്ച് മുന്നിലൂടെ കയറ്റിയാലും ഒറ്റ വാതിലാണ്. ആ ബലിക്കൽപുരയിൽ അവിടെ നിന്നും ഒരു വാതിലാണ്. അവിടെ നിൽക്കുന്ന ഭക്തജനങ്ങൾ മുന്നിലോട്ട് നീങ്ങിയാൽ മാത്രമേ അടുത്ത പുറകിൽ നിന്ന് എത്തുന്ന 18-ാം പടി കയറി എത്തുന്ന ഭക്തജനങ്ങൾക്ക് അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ 18-ാം പടിക്ക് താഴെ നിരവധി ഭക്തർക്ക് കാത്തു നിൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ആ തിരക്ക് ഒഴിവാക്കാനാണ് ഈ മേൽപ്പാലത്തിലൂടെ ഭക്തരെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും തിരക്ക് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ മുന്നിലൂടെ മാത്രമല്ല ഇനിയും ഈ വരി കൂടുതലാക്കും എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഭക്തരങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് ഉള്ളിലേക്ക് കയറുവാൻ വേണ്ടി. ഈ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്നും ഒരു 4 മീറ്റർ കഴിഞ്ഞ് ഉള്ളിലേക്ക് ദർശനമാണ്. എന്തായാലും അവരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് മുന്നിലൂടെ ദർശനം നടത്തുന്നത്. മുന്നിലൂടെ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് മുന്നിലൂടെ കയറുന്നത്. ഈ ഒരു തിരക്ക് കുറച്ചു നേരമായോ വന്നിട്ട്? കുറച്ച് സമയമായിട്ടില്ല, വലിയ തിരക്കൊന്നുമില്ല, വലിയ തിരക്ക് കാണുന്നില്ല. മാസപൂജയായതുകൊണ്ട് ഇന്നലെ നല്ല തിരക്കാണെന്ന് പറഞ്ഞു, ഇന്ന് വലിയൊരു തിരക്ക് കാണുന്നില്ല. എന്തായാലും മണ്ഡലകാലമാകുമ്പോൾ കൂടുതൽ തിരക്ക് വരും. അപ്പോൾ ഇങ്ങോട്ട് ഉള്ളിലോട്ട് കയറുക എങ്ങനെയാണെന്നുള്ള ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മേൽപ്പാലം വഴിയും ഈ ഭക്തജനങ്ങളെ കടത്തി വിടുവാൻ വേണ്ടി ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തത്. കാരണം എല്ലാ വശവും പരിശോധിച്ചാൽ മാത്രമേ ഭക്തജനങ്ങൾക്ക് ഈ സുഗമമായിട്ടുള്ള ദർശനം ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. കാരണം ഓരോ മാസപൂജയ്ക്കും തിരക്ക് അനുഭവപ്പെടുന്നത്, അതായത് ഈ കഴിഞ്ഞ മണ്ഡലകാലത്തിന് മുൻപുള്ള മാസപൂജയ്ക്കൊക്കെ നിരവധി ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഒരുപാട് പേർ ഇവിടേക്ക് എത്തി. അന്നൊക്കെ നമ്മൾ ഇവിടെ അവരുടെ പ്രതികരണമൊക്കെ എടുത്തിരുന്നു. എന്തായാലും ഇന്ന് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബലിക്കൽപുരയുടെ ഈ ഒരു വശത്താണ്. അവിടെയാണ് ഭക്തജനങ്ങൾ അങ്ങനെ നിൽക്കുന്നത്. ഉള്ളിൽ മറ്റ് പൂജകളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നിയന്ത്രണങ്ങളുമുണ്ട്. എന്തായാലും ഈ ഒരു ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ദർശന ക്രമീകരണം അത് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉള്ള മറുപടി ഭക്തർക്ക് വേണ്ട, അതായത് എല്ലാ ഭക്തർക്കും സുഗമമായി ദർശനം ഉറപ്പാക്കണമെന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ട സൗകര്യങ്ങൾ എത്തരത്തിലാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ പഴയ രീതിയിലേക്ക് കൂടെ പോകേണ്ടി വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നൽകുകയായിരുന്നു എം മനോജ്.